നമ്പർ 403. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ആദരണീയരായ ഉസ്താദ്മാരെ, സ്നേഹനിധികളായ കൂട്ടുകാരെ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മീലാദ് പരിപാടിയുടെ ഈ പുണ്യവേദിയിൽ ജാതി മതവർഗ വ്യത്യാസമില്ലാതെ നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് പ്രവാചക പരിസ്ഥിതി പാഠങ്ങൾ എന്ന വിഷയം. ആധുനിക കാലത്തെ പ്രശ്നങ്ങളിൽ ഏറ്റവും വലിയ പ്രശ്നം പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണെന്നതിൽ ആർക്കും തർക്കമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലാതീതമായ അധ്യാപനങ്ങൾ നമ്മുടെ നല്ല ജീവിതത്തെ ഉൾക്കാഴ്ചകൾ കൊള്ളുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ കാര്യങ്ങളും നാം ഉണർത്തണം. മനുഷ്യർ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങൾക്കുമുള്ള എല്ലാ സൗകര്യങ്ങളും അള്ളാഹു ഈ ഭൂമിയിൽ സംവിധാനിച്ചു വച്ചിട്ടുണ്ട്. ആ ഭൂമിയെ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ സംരക്ഷിക്കണം, എങ്ങനെ അതിൽ ജീവിക്കണമെന്ന് പ്രവാചക പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഭൂമികൾ ജീവിക്കുന്ന മുഴുവൻ മനുഷ്യരാശിയും പരിഗണിക്കേണ്ട ഒരു പൊതുതത്വമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിസ്ഥിതി സംരക്ഷണത്തിൽ ശ്രേഷ്ഠമായ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജലസംരക്ഷണത്തിന് വേണ്ടി നൽകിയ ഊന്നലായിരുന്നു. ജലക്ഷാമം നിരന്തരമായ വെല്ലുവിളികളായിരുന്നു. അറേബ്യൻ പ്രദേശത്ത് ജീവിച്ചിരുന്നെങ്കിലും അതിന്റെ ന്യായമായ ഉപയോഗത്തിനായി ബാധിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ധാരാളമായി ഒഴുകുന്ന പുഴയിൽ നിന്ന് വുളൂ ചെയ്യുകയാണെങ്കിലും നിങ്ങൾ വെള്ളം പാഴാക്കരുത്. മരം സംരക്ഷിക്കുന്ന കാര്യത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ മാതൃകയായത് നമുക്ക് ഹൈബറിന്റെ ചരിത്രം പരിശോധിച്ചാൽ കാണാം. ഹൈബറിൽ ശത്രുക്കൾ കോട്ടയ്ക്ക് പുറത്ത് വരാതിരുന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കൊണ്ടുവരാൻ ഉപയോഗിച്ച തന്ത്രം അവർ അവരുടെ ജീവനേക്കാളും മക്കളെക്കാളും സ്നേഹിച്ച പരിപാലിച്ച ഈന്തപ്പനമരങ്ങൾ മുറിക്കാൻ ഉത്തരവ് കൊടുത്തുകൊണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ വളരെ സാവധാനം ഓരോ മരവും മുറിക്കുക. കൂടുതൽ മുറിച്ചോ നഷ്ടപ്പെടുത്താൻ പാടില്ല. അതിപ്രധാന വേളയിലും അമിതമായി മരം മുറിക്കലിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. യുദ്ധത്തിനു വേണ്ടി പുറപ്പെടുന്ന തന്റെ അനുജന്മാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നൽകുന്നുണ്ടായിരുന്ന ഉപദേശം നമ്മുടെ ആധുനിക പരിസ്ഥിതി സംരക്ഷണ സംഘടനകൾക്കും മറ്റും വലിയ മാതൃകയാണ്. കാലാവസ്ഥാ വ്യതിയാനത്തെ ചേർക്കുകയും ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിൻ്റെയും നിർണായകമായ വനവൽക്കരണത്തിൻ്റെയും പാരിസ്ഥിതിക നേട്ടങ്ങളുടെയും ലയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിവരയിടുന്നു. പ്രവാചകന്റെ കാരുണ്യം മൃഗങ്ങളിൽ വ്യാപിച്ചു. അവരുടെ മനുഷ്യപരമമായ പെരുമാറ്റത്തിന് ഊന്നൽ നൽകുകയും മൃഗങ്ങളെ അമിതഭാരം ചുമപ്പിക്കരുത് എന്ന് നിർദ്ദേശിക്കുകയും അതിനെ നന്നായി പരിപാലിക്കണം എന്നും നിർദ്ദേശിച്ചു. ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ഏതൊരു മൃഗവും നിങ്ങളെ പോലുള്ള ചില വർഗമാണെന്നും സമൂഹമാണെന്നും വിശുദ്ധ ഖുർആൻ സാക്ഷ്യപ്പെടുത്തുന്നു. ആ മൃഗങ്ങളെ കരുണ കാണിക്കാൻ അല്ലാഹു തആല പ്രേരിപ്പിക്കുന്നു. അല്ലാഹു തആല പറയുന്നു, ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന ഏതൊരു ജന്തുവും രണ്ട് ചിറക് കൊണ്ട് പറക്കുന്ന ഏതൊരു പക്ഷിയും നിങ്ങളെ പോലുള്ള ചില സമൂഹങ്ങൾ മാത്രമാണ്. നമ്മുടെ വീടിന്റെ അകത്തെയും പരിസരങ്ങളെയും നാം നശിപ്പിക്കാതെ ഉപയോഗിക്കണമെന്ന് വെള്ളവും ജീവവായുവും മലിനമാക്കാതെ ഉപയോഗിക്കുകയും ചെയ്യണം.